കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനൊരു വാക്യം നമ്മൾ വായിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കുന്നു. നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ്. ലേഖനകർത്താവ് പറയുന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടുള്ള ഞാനും നിങ്ങളും ഒരിക്കലും നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. 3 പ്രധാന കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ് ഇൻ ദ ബൈബിൾ. ദൈവവചനത്തിലുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. രണ്ടാമത്തെ കാര്യം, ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ് ഇൻ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവിക വാഗ്ദത്വങ്ങളിലുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മൂന്നാമത്തെ കാര്യം, ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ് ഇൻ ദ കമ്മിങ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. 3 കാര്യമാണ് നാം ഇവിടെ കണ്ടത്. ക്രിസ്തീയ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കേണ്ട പരമപ്രധാനമായ 3 കാര്യങ്ങൾ എബ്രായ ലേഖനകർത്താവ് ഓർപ്പിക്കുകയാണ്. എബ്രായ ലേഖനം നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യത, അതുല്യത, ശ്രേഷ്ഠത, അതാണ് നമുക്ക് ലേഖനത്തിൽ ഉടനീളം കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തു ആരാണെന്നും ആ യേശുക്രിസ്തുവിൻ്റെ മഹത്വം എന്താണെന്നും വളരെ വ്യക്തമായി എബ്രായ ലേഖനകർത്താവ് നമ്മുടെ മുൻപാകെ വരച്ച് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ വിശ്വാസ വീരന്മാരുടെ പട്ടികയിലേക്ക് കടക്കുന്നതിന് മുൻപ് ലേഖനകർത്താവ് ഇവിടെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒന്നാമത്തെ കാര്യം, ദൈവവചനത്തിലുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നിത്യത വരെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തി നമുക്ക് നൽകിയിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇത് ഇന്നറൻ്റ് ആണ്, ഇൻഫാലിബിൾ ആണ്, അതോറിറ്റേറ്റീവ് ആണ്. ദൈവസ്വാസ്ഥികമായിട്ടുള്ള ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സൃഷ്ടി, അവൻ്റെ കുടുംബജീവിതം, അവൻ്റെ സന്താനങ്ങൾ, അവൻ്റെ ഭാവി ജീവിതം, അവന് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് അമ്മയപ്പന്മാരെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനുഷ്യനോടും ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് രേഖയാക്കി നൽകിയിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടെങ്കിൽ, ഈ വചനം അനുസരിച്ചാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നമുക്കൊരിക്കലും ലജ്ജിക്കേണ്ടതായിട്ട് വരില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടൂടെ ഓർപ്പിക്കുന്നു, ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ് ഇൻ ദ ബൈബിൾ. ദൈവ വചനത്തിലുള്ള ധൈര്യം തള്ളിക്കളയരുത്. രണ്ടാമത്തെ കാര്യം, ദൈവിക വാഗ്ദത്വങ്ങളിലുള്ള ധൈര്യം തള്ളിക്കളയരുത്. ദൈവവചനത്തിൽ ധാരാളം വാഗ്ദത്വങ്ങൾ നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതുവഴി തന്നെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഉറപ്പും ധൈര്യവും നൽകുന്നത് പോലെയുള്ള വാഗ്ദത്വങ്ങൾ ലോകത്തിൽ ആരും നമുക്ക് നൽകിയിട്ടില്ല. യേശു പറഞ്ഞു, ഒരു പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ബൈബിൾ പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ എത്രയെത്ര വാഗ്ദത്വങ്ങൾ വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാതെ, തകർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഓർക്കുക, ക്രിസ്തീയ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദത്വങ്ങൾ മുറുകെ പിടിക്കുവാൻ മറക്കരുത്. മൂന്നാമത്തെ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയരുത്. നമ്മുടെ ഏറ്റവും വലിയ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒന്നാമത് വരുമെന്നുള്ള പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിച്ചുകൊണ്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവം തൻ്റെ പുത്രനെ കൊണ്ട് ചെയ്യുവാൻ ആഗ്രഹിച്ച മുഴുവൻ കാര്യങ്ങളും നിറവേറ്റി യേശുക്രിസ്തു ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിരിക്കുന്നു. ഇനി
യേശുക്രിസ്തു മടങ്ങി വരും. യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം യേശുക്രിസ്തു തന്നെ പറഞ്ഞ കാര്യമാണ്. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കാൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളും. അതുപോലെ ദൂതന്മാരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, അപ്പോസ്തലന്മാരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും, കർത്തൃമേശയുടെ സാക്ഷ്യം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ദൈവവചനം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാണ്, യേശുക്രിസ്തു മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തുവിൻ്റെ വരവാണ് നമ്മുടെ വലിയ പ്രതീക്ഷ. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറിവിളിയില്ലാത്ത, മരണമില്ലാത്ത, ദൈവത്തോടു കൂടിയുള്ള നിത്യമായിട്ടുള്ള ജീവിതം. ആ ജീവിതത്തിന് നമുക്ക് ഭാഗ്യമുണ്ടാകണമെങ്കിൽ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ച് മരിക്കണം. അല്ല, ഇനി ജീവനോടെ ഇരിക്കുമ്പോഴാണ് യേശുക്രിസ്തു വരുന്നതെങ്കിൽ തൻ്റെ കാഹളനാദത്തെങ്കിൽ മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് വാനമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുകയും ചെയ്യും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണമെന്ന് ബൈബിൾ പറയാം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങി, മടങ്ങി വരുന്നതിന് വേണ്ടി ഒരുങ്ങി ജീവിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് പറയാണ്, ഈ കാര്യങ്ങളൊക്കെ വെറുതെ ചെയ്യണ്ട, അതിനൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനം നാം കാത്തു സൂക്ഷിച്ചാൽ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ ലക്ഷ്യം വെച്ചാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, സംശയം വേണ്ട, ഇതിന് വലിയൊരു പ്രതിഫലമുണ്ട്. അതാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് മഹാപ്രതിഫലമുള്ള. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ക്രിസ്ത്യ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശം ഏറ്റെടുത്ത് ഒരു നല്ല ജീവിതം നയിപ്പാൻ കർത്താവായ യേശുക്രിസ്തു നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.